ഹലോ കുട്ടികളെ, നമ്മൾ ക്ലാസ് 10th NCERT CBSE സിലബസിൻ്റെ സ്പർശ ഭാഗം 2 ആണ് എടുക്കുന്നത്. ഇന്ന് നമ്മൾ സെക്കൻഡ് പാർട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സാക്കിയുടെ ഫസ്റ്റ് പാർട്ട് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്. എല്ലാവരും കാണണം. കുഞ്ഞുങ്ങളെ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, നമുക്ക് സെക്കൻഡ് പാർട്ട് തുടങ്ങാം. കുഞ്ഞുങ്ങളെ, ഇത് സാക്കി നമ്പർ 5 ആണ്. അതായത് 5th സാക്കിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബിരഹ ഭുവംഗം തൻ ബസൈ മന്ത്ര ന ലാഗൈ കോയി, റാം ബിയോഗി ന ജിവൈ, ജിവൈ തോ ബൗറ ഹോയി. അർത്ഥം നോക്കാം. ബിരഹ എന്ന് പറഞ്ഞാൽ ബിഛടനെ കാ ഗം, വേർപിരിയുന്നതിൽ സങ്കടം. ഭുവംഗം ഭുജൻ, സാപ്പ് എന്ന് പറഞ്ഞാൽ പാമ്പ്. ബൗറ എന്ന് പറഞ്ഞാൽ പാഗൽ, ഭ്രാന്ത്, മലയാളത്തിൽ ഭ്രാന്ത് എന്ന് പറയും. തൻ ശരീരം, വിയോഗി എന്ന് പറഞ്ഞാൽ വിയോഗം. ഇവിടെ റാം പറഞ്ഞിരിക്കുന്നത് ഈശ്വരനെയാണ്. മന്ത്ര എന്നാൽ മന്ത്രം. ബിരഹ ഭുവംഗം തൻ ബസൈ മന്ത്ര ന ലാഗൈ കോയി, റാം ബിയോഗി ന ജിവൈ, ജിവൈ തോ ബൗറ ഹോയി. കവി ഇവിടെ പറയുന്നത് പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ട് അകന്നു പോകുമ്പോൾ ആ ഒരു ദുഃഖം നമ്മളെ പാമ്പ് പോലെ നമ്മളെ ചുറ്റി വരിയും. നമ്മളെ ആ ഒരു ദുഃഖം വേട്ടയാടിക്കൊണ്ടിരിക്കും. അതുപോലെയാണ് നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മളെ വിട്ട് അകന്നു പോകുമ്പോൾ, നമ്മളെ വിട്ട് അവർ അകന്ന് കഴിയുമ്പോൾ ആ ഒരു ദുഃഖം നമ്മളെ പാമ്പ് പോലെ വരിഞ്ഞ് നമ്മളെ മുറുകും. ആ ഒരു ദുഃഖം നമ്മളെ പാമ്പ് പോലെ വരിഞ്ഞു മുറുകും. ആ ഒരു സങ്കടവും ഒരിക്കലും നമ്മളെ വിട്ട് മാറുകയില്ല. പ്രിയപ്പെട്ടവർ നമ്മളിൽ നിന്ന് അകന്ന് കഴിയുമ്പോൾ ആ ഒരു ദുഃഖം നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്തതാണ്. ആ ഒരു ദുഃഖം നമ്മളെ പാമ്പ് പോലെ, ഭുവംഗം എന്ന് പറഞ്ഞാൽ പാമ്പ്, പാമ്പ് പോലെ നമ്മളെ ചുറ്റി നമ്മളെ വരിയും. അതാണ് കവി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ, അങ്ങനെ ദുഃഖിച്ചിരിക്കുമ്പോൾ ഒരു മന്ത്രവും ഒരു മരുന്നും പ്രവർത്തിക്കുകയില്ല. അതുപോലെയാണ് ഈശ്വരനിൽ നിന്ന് അകന്ന് വേർപിരിഞ്ഞ് കഴിയുമ്പോൾ മനുഷ്യന് അത് അതിജീവിക്കാൻ കഴിയുകയില്ല. ഒരു മനുഷ്യനും ഈശ്വരനെ അകറ്റി നിർത്തി ഈ ലോകത്ത് ജീവിക്കാൻ കഴിയുകയില്ല. അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ, ഈശ്വരനെ മറന്ന് ജീവിക്കുകയാണെങ്കിൽ അവൻ ഭ്രാന്തനെ കൂട്ടായിരിക്കും ജീവിക്കുക. അവൻ്റെ ജീവിതം ഭ്രാന്തനെ കൂട്ടായിരിക്കും. ബൗറ എന്ന് പറഞ്ഞാൽ ഭ്രാന്ത്, പാഗൽ. ഈ ലോകത്തിലുള്ള ഒരു മനുഷ്യനും ഈശ്വരനെ അകറ്റി നിർത്തി ജീവിക്കാൻ കഴിയുകയില്ല. റാം എന്ന് പറഞ്ഞാൽ ഈശ്വരനെ അകറ്റി നിർത്തി ഒരു മനുഷ്യനും സാധാരണ ജീവിതം നയിക്കാൻ കഴിയുകയില്ല. അങ്ങനെ ജീവിക്കുകയാണെങ്കിലും മനുഷ്യൻ ഈശ്വരനെ ഓർക്കാതെയും ധ്യാനിക്കാതെയും ജീവിക്കുകയാണെങ്കിൽ പോലും ആ ഒരു ജീവിതമല്ല. ആ ജീവിതത്തിന് ഒരർത്ഥവുമില്ല. അങ്ങനെ ജീവിക്കുന്നവൻ ഭ്രാന്തനെ പോലെ ആയിരിക്കും ജീവിക്കുന്നത്. ഇവിടെ കവി ഉദ്ദേശിച്ചത്, ഏത് പ്രകാരമാണോ ലോകത്തിലുള്ള ജനങ്ങൾക്ക്, അതായത് ലോക ജനതയ്ക്ക് പരസ്പരം അകന്ന് കഴിയാനാകാത്തത്, അതുപോലെ തന്നെയാണ് ലോക ജനതയ്ക്ക് ഈശ്വരനിൽ നിന്ന് അകന്ന് കഴിയാൻ പറ്റാത്തത്, ജീവിക്കാൻ പറ്റാത്തത്.
ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നതിലൂടെ ഒരു മനുഷ്യനും ജീവിക്കാൻ കഴിയില്ല. അതായത് അവൻ അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ പോലും ആ ഒരു ജീവിതം ഭ്രാന്തന്മാരെ പോലെ ആയിരിക്കും. ബൗറ എന്ന് പറഞ്ഞാൽ ഭ്രാന്തന്മാരെ പോലെ ആയിരിക്കും അവൻ ജീവിക്കുന്നത്. കുട്ടികളെ, നമ്മൾ ഇതിൻ്റെ സന്ദർഭവും വിശദീകരണവും എഴുതേണ്ട രീതി ആദ്യത്തെ 2 ലൈൻ നേരത്തെ പറഞ്ഞതുപോലെ സെയിം ആണ് എഴുതേണ്ടത്. प्रस्तुत साखी हमारी हिंदी पाठ्य पुस्तक स्पर्श से ली गई है. इस साखी के कवि कबीरदास जी है. ഈ 2 सेंटेंस ഈ 2 लाइन्स as it is सेम ആയിരിക്കും. इसमें कबीर कहते हैं कि ईश्वर के वियोग में मनुष्य जीवित नहीं रह सकता. ഇതിൽ കബീർ ജി പറയുന്നത് ഈശ്വരനിൽ നിന്ന് അകന്ന് ഈശ്വർ കെ വിയോഗമേ ഈശ്വരനിൽ നിന്ന് അകന്ന് ഒരു മനുഷ്യനും ജീവിച്ചിരിക്കാൻ പറ്റുകയില്ല. और अगर रह भी जाता है तो वह पागल हो जाता है. പക്ഷേ അവൻ അങ്ങനെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ പോലും, അവൻ എന്ന് പറയുന്നത് മനുഷ്യൻ, അവൻ ഭ്രാന്തനെ പോലെ ആയിരിക്കും ജീവിക്കുന്നത്. പാഗൽ എന്ന് പറഞ്ഞാൽ ഭ്രാന്തനെ പോലെ ആയിരിക്കും അവൻ ജീവിക്കുന്നത്. ഇതാണ് ഇവിടെ സന്ദർഭത്തിൽ എഴുതേണ്ടത്. ഈ സാഖി വിശദീകരിച്ച് എഴുതുമ്പോൾ നമ്മൾ വ്യാഖ്യ എഴുതേണ്ട രീതി, അതായത് വിശദീകരിക്കേണ്ട രീതി, कबीरदास जी कहते हैं कि जब मनुष्य के मन में अपनों के बिछड़ने का गम सांप बनकर लौटने लगता है तो उस पर ना कोई मंत्र असर करता है और ना ही कोई दवा असर करती है. കബീർദാസ് ജി ഇവിടെ പറയുന്നത് कहते हैं कि जब मनुष्य के मन में, മനുഷ്യൻ്റെ മനസ്സിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് അകന്ന് കഴിയുമ്പോൾ ആ ഒരു വിരഹം, ആ ഒരു ദുഃഖം പാമ്പ് പോലെ അവരെ ചുറ്റിയിരിക്കും. ലൗട്താ ഹേ എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ആ ഒരു ദുഃഖം നമ്മളെ, ആ ഒരു സങ്കടം, ആ ഒരു വിരഹം പാമ്പ് പോലെ നമ്മളെ ചുറ്റി വരിഞ്ഞിരിക്കും എന്നാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. മനുഷ്യൻ തൻ്റെ മനസ്സിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട്, അപ്നോ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവർ, തങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് അകന്നു കഴിയുമ്പോൾ, ബിഛടനെ എന്ന് പറഞ്ഞാൽ അകന്നു കഴിയുക, അകന്നു കഴിയുമ്പോൾ ആ ഒരു ദുഃഖം, ഗം എന്ന് പറഞ്ഞാൽ ദുഃഖം, ആ ഒരു ദുഃഖം സാപ്പ് ബൻകർ ലോട്ടനെ ലഗ്താ ഹേ, ആ ഒരു ദുഃഖം, ആ ഒരു സങ്കടം നമ്മളെ പാമ്പ് പോലെ നമ്മളെ ചുറ്റിയിരിക്കും. അങ്ങനെ ആകുമ്പോൾ ആ ഒരു ദുഃഖത്തിലും ആ ഒരു സങ്കടത്തിലും ഉസ്പർന കോയി മന്ത്ര എന്ന് പറഞ്ഞാൽ ആ ഒരു സങ്കടത്തിലും ആ ഒരു ദുഃഖത്തിലും ഒരു മരുന്നും മന്ത്രവും പ്രവർത്തിക്കുകയില്ല. നമ്മൾ ഈ വിരഹം മാറ്റാൻ വേണ്ടി മരുന്നും മന്ത്രവും ചെയ്താൽ പോലും ആ ഒരു വിരഹം, ആ ഒരു ദുഃഖം നമ്മളെ വിട്ട് പോകുകയില്ല എന്നാണ് കവി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഉസി തര രാം അർത്ഥാത് ഈശ്വർ കെ വിയോഗ് മേ മനുഷ്യ ജീവിത് നഹി രഹ സക്ത. അതുപോലെയാണ് നമ്മൾ ഈശ്വരനിൽ നിന്ന് നമുക്ക് അകന്ന് കഴിയാൻ പറ്റാത്തത്. और यदि वह जीवित रहता भी है तो उसकी स्थिति पागलों जैसी हो जाती है. പക്ഷേ അവൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ പോലും, ആരാണ്? മനുഷ്യൻ ഈശ്വരനിൽ നിന്ന് അകന്ന് ജീവിക്കുകയാണെങ്കിൽ പോലും അവൻ്റെ സ്ഥിതി ഭ്രാന്തന്മാരെ പോലെ ആയിരിക്കും. പാഗലോൻ ജേസി ഹോ ജാത്തി ഹേ, അവൻ്റെ സ്ഥിതി ഭ്രാന്തന്മാരെ പോലെ ആയി തീരും എന്നാണ് കവി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 6ാമത്തെ സാഖി വായിക്കാം. നിന്ദ നേടാ രാഖിയെ ആംഗണി കുട്ടി ബധായി, ബിൻ സാബൻ പാണി ബിനാ നിർമ്മൽ കരൈ സുഭായി.
നിന്ദക് എന്ന് പറഞ്ഞാൽ നിന്ദ കർണേ വാല, നമ്മളെ നിന്ദിക്കുന്നവർ, നമ്മുടെ പുറകിൽ കുറ്റം പറയുന്നവർ. നേട, നേട എന്ന് പറഞ്ഞാൽ നിക്കട്ട്, അടുത്ത്. ആംഗണി, ആംഗൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുറ്റം. സാബൺ, സാബൺ എന്ന് പറഞ്ഞാൽ സോപ്പ്, സാബുൻ സോപ്പ്. പാണി എന്ന് പറഞ്ഞാൽ വെള്ളം. നിർമ്മൽ, സാഫ്, സാഫ് എന്ന് പറഞ്ഞാൽ വൃത്തിയായ. സുഭായി, സുഭായി എന്ന് പറഞ്ഞാൽ സ്വഭാവം. കുട്ടി എന്ന് പറഞ്ഞാൽ വീട്. നമ്മളിവിടെ കഠിനമായ ശബ്ദങ്ങളുടെ അർത്ഥമെല്ലാം കണ്ടു. നിന്ദ നേട രാഖിയെ ആംഗണി കുട്ടി ബധായി എന്ന് പറഞ്ഞാൽ നമ്മളെ നിന്ദിക്കുന്നവരെ, അതായത് നമ്മുടെ പുറകിൽ നമ്മുടെ കുറ്റം പറയുന്നവരെ നമ്മൾ അവരെ എപ്പോഴും നമ്മുടെ അടുത്ത് തന്നെ നിർത്തുക. നിന്ദക് നേട രാഖിയെ ആംഗണി കുട്ടി ബധായി. ആംഗണി എന്ന് പറഞ്ഞാൽ മുറ്റം. കവി ഇവിടെ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ പുറകിൽ നമ്മുടെ കുറ്റം സംസാരിക്കുന്നവരെ, അതായത് നമ്മളെ പറ്റിയുള്ള കുറ്റങ്ങളും നമ്മളെ പറ്റിയുള്ള അപവാദങ്ങളും മറ്റുള്ളവരോട് പോയി പറയുന്നവരെ, അവരെ നമ്മൾ നമ്മുടെ അടുത്ത് തന്നെ നിർത്തൂ എന്നാണ് കവി ഇവിടെ പറയുന്നത്. എത്ര അടുത്ത് നിർത്താനെന്നാണ് കവി ഇവിടെ പറയുന്നത്? അവർക്ക് വേണ്ടി നമ്മുടെ മുറ്റത്ത് തന്നെ അവർക്ക് വേണ്ടി ഒരു വീട് പണിത് കൊടുത്തതുപോലെ അവരെ നമ്മുടെ അത്രയ്ക്ക് അടുത്ത് നിർത്താനാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. കവി ഇങ്ങനെ പറയാനുള്ള കാരണം, ഇങ്ങനെ പറയുന്നവരെ, അതായത് നമ്മുടെ കുറ്റങ്ങൾ പറഞ്ഞു നടക്കുന്നവരെ നമ്മൾ അവരെ അടുത്ത് നിർത്തിയാൽ നമ്മുടെ സ്വഭാവ ദൂഷ്യങ്ങളെല്ലാം മാറിപ്പോകും. അതായത് നമ്മൾ സ്വയം നമ്മുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. അതാണ് കവി ഇവിടെ എഴുതിയിരിക്കുന്നത്. നിർമ്മൽ കരൈ സുഭായി, സുഭായി സ്വഭാവം, നിർമ്മല സാഫ് വൃത്തിയായിരിക്കും. നമ്മൾ നമ്മുടെ സ്വഭാവത്തെ വൃത്തിയാക്കും. നമ്മുടെ സ്വഭാവത്തെ എങ്ങനെയാണ് വൃത്തിയാക്കുന്നത്? നമ്മുടെ കുറ്റങ്ങൾ പറയുന്നവരെ നമ്മൾ അടുത്ത് നിർത്തിയാൽ നമ്മൾ സ്വയം നമ്മുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന് നമ്മൾ നല്ലവരായി തീരും. നമ്മുടെ ദുഷിച്ച സ്വഭാവങ്ങൾ നമുക്ക് വൃത്തിയാക്കാൻ പറ്റും എന്നാണ് കവി പറയുന്നത്. എന്തില്ലാതെ നമുക്ക് സ്വഭാവങ്ങൾ വൃത്തിയാക്കാം? പിന്നെ കവി പറയുന്നത് കൂടാതെയും നമുക്ക് സ്വഭാവങ്ങൾ വൃത്തിയാക്കാം. ബിനാ സാബുൻ ബിനാ പാനീക്കെ, അതായത് വെള്ളവും സോപ്പും ഇല്ലാതെ തന്നെ നമുക്ക് വൃത്തിയാക്കാം. സാധാരണ ഏതൊരു വസ്തുവും നമ്മൾ വൃത്തിയാക്കുന്നത് സോപ്പും വെള്ളവും ഉപയോഗിച്ചല്ലേ? ഇവിടെ നമുക്ക് അതിൻ്റെ പോലും ആവശ്യമില്ല. സോപ്പും വെള്ളത്തിൻ്റെയും ആവശ്യമില്ലാതെ തന്നെ, നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ ആവശ്യമില്ലാതെ, അതായത് സോപ്പും വെള്ളവും ഇല്ലാതെ തന്നെ നമ്മുടെ സ്വഭാവങ്ങൾ നമുക്ക് വൃത്തിയാക്കാം. അതായത് നല്ല സ്വഭാവത്തിലോട്ട് മാറാം. എങ്ങനെയെന്നാൽ നമ്മുടെ കുറ്റങ്ങൾ പറയുന്നവരെ നമ്മുടെ പുറകിൽ നമ്മുടെ കുറ്റങ്ങൾ പറയുന്നവരെ നമ്മുടെ അടുത്ത് നിർത്തൂ. അതായത് വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ അവർക്ക് വേണ്ടി വീട് പണിഞ്ഞ് കൊടുക്കുന്ന രീതിയിൽ തന്നെ അത്രയ്ക്ക് അടുത്ത് നിർത്തൂ എന്നാണ് കവി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ നമുക്ക് സന്ദർഭവും വിശദീകരണവും നോക്കാം കുട്ടികളെ. संदर्भम प्रसंग प्रस्तुत साखी हमारे हिंदी पाठ्य पुस्तक स्पर्श से ली गई है. इस साखी के कवि कबीरदास जी है. ഈ രണ്ട് ലൈനും സെയിം ആണ് എഴുതേണ്ടത്. തന്നിരിക്കുന്ന സാഖി ഹിന്ദി പാഠ്യപുസ്തകമായ സ്പർശിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. ഈ സാഖി എഴുതിയിരിക്കുന്നത് കബീർദാസ് ജി ആണ്. അതായത് ഈ വരികൾ എഴുതിയിരിക്കുന്നത് കബീർദാസ് ജി ആണ്. इसमें कबीरदास जी निंदा करने वाले व्यक्तियों को अपने पास रखने की सलाह देते हैं. അതായത് ഇതിൽ കബീർദാസ് ജി, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കബീർദാസ് ജി പറയുന്നത്
അതായത് നമ്മളെ നിന്ദിക്കുന്നവരെ, നമ്മുടെ പുറകിൽ പോയി നമ്മുടെ കുറ്റങ്ങൾ പറഞ്ഞ് പരത്തുന്നവരെ, ആ വ്യക്തികളെ നമ്മൾ നമ്മുടെ അടുത്ത് തന്നെ നിർത്തൂ. അപ്നെ പാസ് രഖ്ന ചാഹിയേ. ആ ആൾക്കാരെ നമ്മുടെ അടുത്ത് നിർത്താനുള്ള ഉപദേശമാണ് കവി ഇവിടെ നൽകുന്നത്. സലാഹ് എന്ന് പറഞ്ഞ ഉപദേശം. താക്കി ആപ്കെ സ്വഭാവ് മേ സകാരാത്മക പരിവർത്തൻ ആ സകേ. താക്കി എന്ന് പറഞ്ഞാൽ അതിനാൽ. നിങ്ങളുടെ സ്വഭാവത്തിൽ ഗുണപരമായ പരിവർത്തനം ഉണ്ടാകട്ടെ. പരിവർത്തൻ എന്ന് പറഞ്ഞാൽ മാറ്റം. പരിവർത്തനം, മാറ്റങ്ങൾ സംഭവിക്കുന്നതിന് പരിവർത്തനം എന്ന് പറയും. നമുക്ക് ഇതിൻ്റെ വിശദീകരണം നോക്കാം. വിശദമായിട്ടുള്ള ഉത്തരം എങ്ങനെയാണ് എഴുതേണ്ടത്. വ്യാഖ്യ. इसमें कबीरदास जी कहते हैं कि हमें हमेशा निंदा करने वाले व्यक्तियों को अपने निकट रखना चाहिए. ഇതിൽ കബീർദാസ് ജി പറയുന്നത്, നമ്മളെ നിന്ദിക്കുന്നവരെ, നമ്മുടെ കുറ്റങ്ങൾ പറഞ്ഞ് പരത്തുന്നവരെ, അങ്ങനെയുള്ള ആളുകളെ, വ്യക്തിയോങ്കോ, അങ്ങനെയുള്ള ആളുകളെ അപ്നെ നിക്കട്ട് രഖ്ന ചാഹിയേ, നമ്മുടെ അടുത്ത് തന്നെ നിർത്തൂ. हो सके तो अपने आंगन में ही उनके लिए घर बनवा लेना चाहिए. പറ്റുമെങ്കിൽ, ഹോ സക്കേ തോ എന്ന് പറഞ്ഞാൽ പറ്റുമെങ്കിൽ, നിങ്ങളുടെ മുറ്റത്ത് തന്നെ, പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ മുറ്റത്ത് തന്നെ ഒരു വീട് പണിത് നിങ്ങളുടെ കുറ്റങ്ങൾ പറഞ്ഞ് പരത്തുന്ന ആളുകളെ അവിടെ താമസിപ്പിക്കൂ. അത്രയ്ക്ക് അടുത്തു നിർത്തൂ. അവരെ അകറ്റി നിർത്താതെ അവരെ അടുത്തു നിർത്തൂ എന്നാണ് കവി പറയുന്നത്. അർത്ഥാത് ഹമേഷ അപ്നെ ആസ്പാസ് ഹി രഖ്ന ചാഹിയേ. അർത്ഥാത് അതായത്, അതിനർത്ഥം ഹമേഷ അപ്നെ ആസ്പാസ് ഹി രഖ്ന ചാഹിയേ, എപ്പോഴും, ഹമേഷ എപ്പോഴും അവരെ നമ്മുടെ അടുത്ത് തന്നെ നിർത്തൂ. ताकि हम उनके द्वारा बताई गई हमारी गलतियों को सुधार सके. അതുവഴി നമ്മളെപ്പറ്റി അവർ പറഞ്ഞു പരത്തിയ നമ്മുടെ തെറ്റുകൾ നമുക്ക് തിരുത്താനാകും. ഉൻകെ ദ്വാര ബത്തായി ഗയി ഹമാരി ഗൽത്തിയ. ഗൽത്തിയ എന്ന് പറഞ്ഞാൽ തെറ്റുകൾ. ആരാണ് തെറ്റുകൾ ചെയ്തത്? നമ്മൾ തെറ്റുകൾ ചെയ്തത് കൊണ്ടാണല്ലോ അവർ നമ്മുടെ കുറ്റങ്ങളും നമ്മളെ പറ്റിയുള്ള കുറ്റങ്ങൾ പറഞ്ഞ് പരത്തുന്നത്. അതാണ് കവി ഇവിടെ പറയുന്നത്. താക്കി ഹം ഉൻകെ ദ്വാര ബത്തായി ഗയി ഹമാരി ഗൽത്തിയോ കോ സുധാർ സകേ. അതുവഴി അവർ നമ്മളെ പറ്റി പറഞ്ഞ് പരത്തിയ തെറ്റുകളും കുറ്റങ്ങളും നമുക്ക് തിരുത്താനാകും. സുധാർ സകേ, തിരുത്താനാകും. इससे हमारा स्वभाव बिना साबुन और पानी की मदद के ही साफ हो जाएगा. അങ്ങനെ നമ്മൾ നമ്മുടെ സ്വഭാവം സോപ്പും വെള്ളവും ഇല്ലാതെ തന്നെ, ഇത് രണ്ടും, അതായത് സോപ്പും വെള്ളവും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ സ്വഭാവം വൃത്തിയാക്കാൻ പറ്റും. കുട്ടികളെ, അതാണ് ഇവിടെ കവി ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്ക് ഏഴാമത്തെ സാഖി വായിക്കാം. പോഥി പടി പടി ജഗ് മുവാ, पंडित भया न कोई, एकई आशिर पीव का, पढ़ैसु पंडित होई. പോത്തി, പോത്തി എന്ന് പറഞ്ഞാൽ പുസ്തകം. മുവ എന്ന് പറഞ്ഞാൽ മരിക്കുക. പണ്ഡിത്ത് തന്നെ, അതായത് ജ്ഞാനി. ഭയ എന്ന് പറഞ്ഞാൽ ബനന. ഭയ എന്ന് പറഞ്ഞാൽ ബനന പറഞ്ഞാൽ ഉണ്ടാക്കുക, നിർമ്മിക്കുക, സൃഷ്ടിക്കുക, ആകുക, അങ്ങനെയൊക്കെ അർത്ഥങ്ങൾ വരും. അഷിർ, അക്ഷർ, അക്ഷരം. പീവ് എന്ന് പറഞ്ഞാൽ പ്രിയ. മലയാളത്തിൽ പ്രിയമായ, ഡിയർ. ഇംഗ്ലീഷിൽ ഡിയർ എന്ന് പറയും.
പീവ് എന്ന വാക്കുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് ഈശ്വരനെയാണ്. പോഥി പടി പടി ജഗ് മുവ. ഇവിടെ കവി പറയുന്നത് കട്ടിയുള്ള പുസ്തകങ്ങൾ വായിച്ച് വായിച്ച് ലോകത്തിലുള്ള ജനങ്ങൾ മരിച്ചുപോയി. ലോകത്തിലുള്ള ആളുകൾ വലിയ വലിയ പുസ്തകങ്ങൾ വായിച്ച് വായിച്ച് ജ്ഞാനം കിട്ടാനായിട്ട്, അതായത് അറിവ് കിട്ടാനായിട്ട് വലിയ വലിയ പുസ്തകങ്ങൾ വായിച്ച് വായിച്ച് അവർ ഈ ലോകത്തിനെ വിട പറഞ്ഞു. അവർ മരിച്ചുപോയി. പക്ഷേ ഇതുവരെ ആരും പണ്ഡിറ്റ് ആയില്ല. വലിയ വലിയ പുസ്തകങ്ങൾ വായിച്ച് അറിവ് നേടാനായിട്ട്, വലിയ വലിയ പുസ്തകങ്ങൾ വായിച്ച് ജ്ഞാനം അറിവും നേടാനായിട്ട് വായിച്ച് അവരുടെ ജീവിതം തീർത്തു. അവർ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു. പക്ഷെ ഇതുവരെ ആരും ജ്ഞാനി ആയിട്ടില്ല. കബീർദാസ് ജി ഇങ്ങനെ പറയാൻ കാരണം എന്താണ്? ഒരൊറ്റ അക്ഷരം, ഈശ്വര സ്നേഹത്തിൻ്റെ ഒരൊറ്റ അക്ഷരം ആരാണോ വായിച്ചിട്ടുള്ളവൻ അവനാണ് ഈ ലോകത്തിലുള്ള ജ്ഞാനിയായ ആള്. ക്യാ പടേസു പണ്ഡിത് ഹോയി. എന്ത് പഠിച്ചവനാണ് ഇവിടെ പണ്ഡിത് ആയെന്നാണ് കവി പറയുന്നത്. ഒരേ ഒരു അക്ഷരം, ദൈവസ്നേഹത്തിൻ്റെ, ഈശ്വര സ്നേഹത്തിൻ്റെ ഒരേ ഒരു അക്ഷരം ആരാണോ വായിച്ചിട്ടുള്ളവൻ അവനാണ് ഈ ലോകത്തിലുള്ള ജ്ഞാനിയായ ആള്, അവനാണ് ഈ ലോകത്തിലുള്ള പണ്ഡിത്തായ ആള്. ഇവിടെ നമ്മുടെ കവി ഇങ്ങനെ പറയാൻ കാരണം, കവി ഈശ്വര സ്നേഹത്തെയാണ് ഏറ്റവും ഉയർന്നതായി കാണപ്പെടുന്നത്. നമ്മുടെ കവി ഈ വാക്കുകൾ പറയാൻ കാരണം, കവി ഈശ്വര സ്നേഹത്തെയാണ് ഏറ്റവും ഉയർന്നതായി കാണുന്നത്. അതാണ് ഈ വരികൾ എഴുതാൻ കാരണം. കവി നമ്മുടെ കബീർദാസ് ജി ഈശ്വര സ്നേഹത്തെയാണ് ഏറ്റവും ഉയർന്നതായി കാണുന്നത്. ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ സ്നേഹം ഈശ്വര സ്നേഹത്തെയാണ് നമ്മുടെ കവി കാണുന്നത്. അതുകൊണ്ടാണ് ഏതൊരുവൻ ഈശ്വര സ്നേഹത്തെ പഠിച്ചിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടോ അവനാണ് ഈ ലോകത്തിൽ ഏറ്റവും വലിയ ജ്ഞാനി. നമുക്ക് ഇതിൻ്റെ പ്രസംഗവും വ്യാഖ്യായും സന്ദർഭവും വിശദീകരണവും നോക്കാം കുട്ടികളെ. प्रसंग संदर्भम प्रस्तुत साखी हमारी हिंदी पाठ्य पुस्तक स्पर्श से ली गई है. इस साखी के कवि कबीरदास जी है. सेम एज इट इज ആണ് എഴുതേണ്ടത്. इसमें कबीर जी पुस्तक ज्ञान को महत्व न देकर ईश्वर प्रेम को महत्व देते हैं. ഇവിടെ കബീർ ജി പുസ്തക പരിജ്ഞാനത്തിന് പ്രാധാന്യം നൽകുന്നില്ല, പക്ഷേ ഈശ്വര സ്നേഹത്തിന് പ്രാധാന്യം നൽകുന്നു. ഈശ്വര പ്രേം കോ മഹത്വ ദേത്തെ ഹേ. ഈശ്വരൻ്റെ സ്നേഹത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. പുസ്തക സ്നേഹത്തിനെക്കാട്ടിലും പുസ്തക പരിജ്ഞാനത്തെക്കാട്ടിലും ഈശ്വര സ്നേഹത്തെയാണ് നമ്മുടെ കബീർദാസ് ജി മഹത്വം കൊടുക്കുന്നത്, പ്രാധാന്യം കൊടുക്കുന്നത്. व्याख्या विशदीकरणम. कबीर जी कहते हैं कि इस संसार में मोटी मोटी पुस्तकें यानी किताबें पढ़कर कई मनुष्य मर गए, परंतु कोई भी मनुष्य पंडित यानी ज्ञानी नहीं बन सका. कबीर जी പറയുന്നത് ഈ ലോകത്ത്, ഈ സൻസാർമേ, ഈ ലോകത്ത് കട്ടിയുള്ള, മോട്ടി എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള വലിയ വലിയ പുസ്തകങ്ങൾ, അതായത് വലിയ വലിയ പുസ്തകങ്ങൾ പഠിച്ച് എത്രയോ ആളുകൾ, എത്രയോ മനുഷ്യർ മരിച്ചു വീണു. परंतु कोई भी मनुष्य പണ്ഡിത് ജ്ഞാനി നഹി ബൻ പായ. പക്ഷേ എന്നിരുന്നാലും ഒരു മനുഷ്യനും ഇതുവരെ ജ്ഞാനി ആയിട്ടില്ല.
ജ്ഞാനിയാകാൻ സാധിച്ചില്ല. അതായത് അറിവുള്ളവനാകാൻ സാധിച്ചില്ല. यदि किसी व्यक्ति ने ईश्वर प्रेम का एक भी अक्षर पढ़ लिया होता तो वह पंडित बन जाता. ഏതെങ്കിലും ഒരു വ്യക്തി ഈശ്വര സ്നേഹത്തിൻ്റെ ഒരക്ഷരമെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അവനാണ് ഈ ലോകത്തിലുള്ള ജ്ഞാനിയായ ആള്. അതായത് ഏതെങ്കിലും മനുഷ്യൻ ഈശ്വര സ്നേഹത്തിൻ്റെ ഒരക്ഷരമെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അവനാണ് ഏറ്റവും അറിവുള്ളവൻ. ഈ ലോകത്ത് അവനെയാണ് ഏറ്റവും അറിവുള്ളവനായിട്ട് കബീർദാസ് ജി കണക്കാക്കുന്നത്. അർത്ഥാത് ഈശ്വർ പ്രേം ഹി ഏക് സച്ച് ഹേ, ഇസേ ജാനനെ വാലാ ഹി വാസ്തവിക് ജ്ഞാനി ഹേ. അതായത് ഈശ്വരൻ്റെ സ്നേഹമാണ് പരമാർത്ഥമായ സ്നേഹം. ഈ പരമാർത്ഥമായ സ്നേഹം അറിയുന്നവനാണ് യഥാർത്ഥത്തിൽ അറിവുള്ളവൻ. ആർക്കാണോ ആ പരമാർത്ഥമായ സ്നേഹം അറിവുള്ളത് യഥാർത്ഥത്തിൽ അവനാണ് ജ്ഞാനിയായ ആള്, അറിവുള്ള മനുഷ്യൻ. ഇതാണ് 7ാമത്തെ സാഖിയിൽ കവി ഉദ്ദേശിക്കുന്നത്. 8ാമത്തെ സാഖി വായിക്കാം കുട്ടികളെ. ഹം ഘർ ജാലിയ ആപ്പണ ലിയാ മുറാഡ ഹാത്തി, അബ് ഘർ ജാലൗ താസ് കാ, ജേ ചലേ ഹമാരെ സാഥി. ജാലിയ എന്ന് പറഞ്ഞാൽ ജലായ കത്തിക്കുന്നത്, കത്തിക്കുക. ജാലിയ എന്ന് പറഞ്ഞാൽ കത്തിക്കുക. ആപ്പണ, അപ്ന, അപ്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ. മുറാഡ, മുറാഡ എന്ന് പറഞ്ഞാൽ ജൽത്തി ഹുയി ലക്കടി, കത്തി ഇരിക്കുന്ന വിറക്. കത്തിയിരിക്കുന്ന വിറകിനെ നമ്മുടെ കവി ഞാനായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്. അതായത് അറിവ്, അറിവിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. ജാലൗ ജലാവു, കത്തിക്കുക. താസ്ക ഉസ്ക, അവൻ്റെ. താസ്ക ഉസ്ക, ഉസ്ക എന്ന് പറഞ്ഞാൽ അവൻ്റെ. ജേ ചലൈ ഹമാരെ സാത്തി, ചലൈ എന്ന് പറഞ്ഞാൽ നടക്കുക. ഹമാരെ സാത്തി, ജേ ചലൈ ഹമാരെ സാത്തി, എൻ്റെ കൂടെ നടക്കുന്നവർ, അങ്ങനെയാണ് അർത്ഥം വരുന്നത്. ഹം ഘർ ജാലിയ ആപ്പണ, കവി ഇവിടെ പറയുന്നത് ഞാൻ എൻ്റെ വീട് കത്തിച്ചു കളഞ്ഞു. ഞാൻ എൻ്റെ വീട് കത്തിച്ചു കളഞ്ഞു. ലിയാ മുറാഡ ഹാത്തി, എൻ്റെ കയ്യിൽ കത്തിയിരിക്കുന്ന ഒരു വിറകിനെ ഞാൻ എൻ്റെ കൈ കൊണ്ട് പിടിച്ചിരിക്കുകയാണ്. ഹാത്തി എന്ന് പറഞ്ഞാൽ കൈകൾ. മുറാഡ നമ്മൾ അർത്ഥം ഇവിടെ പറഞ്ഞായിരുന്നു. ജൽദി ഹുയി ലക്കടി, അതിനെ അറിവിനോടാണ് കവി ഉപമിച്ചിരിക്കുന്നത്. അതായത് കവി ഇവിടെ പറയുന്നത് ഞാൻ എൻ്റെ വീട് കത്തിച്ചു കളഞ്ഞു, എൻ്റെ കൈകൾ കൊണ്ട് തന്നെ ഞാൻ അതിനെ കത്തിച്ചു കളഞ്ഞു. എങ്ങനത്തെ വീടാണ് കത്തിച്ചു കളഞ്ഞത് കവി? മായയും മോഹവും ചേർന്നുള്ള വീടാണ് കവി കത്തിച്ചു കളഞ്ഞിരിക്കുന്നത്. അതായത് മായജാലമുള്ള വീടാണ് കത്തിച്ചു കളഞ്ഞിരിക്കുന്നത്. അതായത് മായക്കാഴ്ച ഉള്ള ഒരു വീടാണ് നമ്മുടെ കവി കത്തിച്ചു കളഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് കവി വീട് കത്തിച്ചിരിക്കുന്നത്? ജ്ഞാനം കൊണ്ട്. കവി തൻ്റെ വീട് കത്തിച്ചു കളഞ്ഞിരിക്കുന്നത് പാണ്ഡിത്യം കൊണ്ടാണ്. കവി തൻ്റെ മോഹമായ ഉള്ള വീട് കത്തിച്ചു കളഞ്ഞിരിക്കുന്നത്. ആ അറിവിൻ്റെ അഗ്നി കൊണ്ടാണ് ഞാൻ എൻ്റെ മോഹമായ ഉള്ള ആ വീട് കത്തിച്ചു കളഞ്ഞിരിക്കുന്നത്. ആ പാണ്ഡിത്യത്തിൻ്റെ അഗ്നി ഞാൻ എൻ്റെ കൈകളിൽ കൊണ്ട് നടക്കുകയാണ്.
അബ് ഘർ ജാലോ, ജാലോ എന്ന് പറഞ്ഞാൽ ജലാവും, കത്തിക്കും. ഞാനിപ്പോൾ കത്തിക്കും. താസ്ക, താസ്ക എന്ന് പറഞ്ഞാൽ ഉസ്ക, അവൻ്റെ. ഞാനിനി അവൻ്റെ വീടും കത്തിക്കും. ആരുടെ? ജെ ചാലൈ ഹമാരെ സാഥി, ആരാണോ എൻ്റെ കൂടെ നടക്കാൻ ഉദ്ദേശിക്കുന്നത്, അതായത് എൻ്റെ കൂടെ അറിവ് നേടാൻ, പാണ്ഡിത്യം നേടാൻ ആർക്കാണോ ആഗ്രഹം, അവൻ്റെ മോഹവും മായയും ചേർന്നുള്ള വീട് ഞാൻ കത്തിക്കും. കവി ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ആരാണോ കവിയുടെ കൂടെ പാണ്ഡിത്യം നേടാൻ, അതായത് അറിവ് നേടാൻ ആഗ്രഹിക്കുന്നത്, അവൻ്റെ വീടും ഞാൻ കത്തിക്കും. മോഹവും മായയും ചേർന്ന ആ വീട് ഞാൻ കത്തിക്കും. നമുക്ക് ഇതിൻ്റെ സന്ദർഭവും വിശദീകരണവും നോക്കാം കുട്ടികളെ. प्रसंग, संदर्भम, प्रस्तुत साखी हमारी हिंदी पाठ्य पुस्तक स्पर्श से ली गई है. इस साखी के कवि कबीरदास जी है. सेम एज इट इज एഴുതണം, फर्स्ट एंड सेकंड लाइन. इसमें कबीर मोह माया रूपी घर को जलाकर अर्थात त्याग कर ज्ञान को प्राप्त करने की बात करते हैं. ഇതിൽ കബീർ മോഹവും മായയും രൂപം കൊണ്ട ആ വീട് കത്തിക്കാനാണ് പറയുന്നത്. അതായത് അർത്ഥാത് ത്യാഗ് കർ ജ്ഞാൻ കോ പ്രാപ്ത് കർനെ കി ബാത് കർത്തേ ഹേ, അതായത് കവി ഇവിടെ കത്തിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് ത്യാഗ് കർ, അതിനെ ത്യാഗം ചെയ്യുക, മോഹവും മായയും ചേർന്ന ആ വീട്, ആ ലോകം ത്യാഗം ചെയ്ത് ജ്ഞാൻ കോ പ്രാപ്ത് കർനെ കി ബാത് കർത്തേ ഹേ, അറിവ് നേടാനുള്ള ഉപദേശമാണ് തരുന്നത്. ജ്ഞാൻ കോ പ്രാപ്ത്, അറിവ് നേടാനുള്ള ഉപദേശമാണ് കവി ഇവിടെ തരുന്നത്. വ്യാഖ്യ. കബീർ ജി कहते हैं कि उन्होंने अपने हाथों से अपना घर जला दिया है. കബീർ ജി ഇവിടെ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ കൈകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട് കത്തിച്ചിരിക്കുകയാണ്. അർത്ഥാത് ഉൻഹോനെ മോഹമായ റൂപി ഘർ കോ ജലാകർ ജ്ഞാൻ പ്രാപ്ത് കർ ലിയാ ഹേ. അതായത് അർത്ഥം ഉൻഹോനെ മോഹമായ റൂപി ഘർ, അദ്ദേഹം മോഹവും മായയും ചേർന്നുള്ള ആ വീട് കത്തിച്ച് ചാമ്പലാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അറിവ് നേടുക. അതായത് നമ്മുടെ കവി പറയുന്നത്, അദ്ദേഹം മോഹവും മായയും ചേർന്നുള്ള ആ വീട് കത്തിച്ചു കളഞ്ഞ് അദ്ദേഹം ജ്ഞാനം പ്രാപ്തി ചെയ്തിരിക്കുന്നു, അതായത് അറിവ് നേടിയിരിക്കുന്നു, പാണ്ഡിത്യം നേടിയിരിക്കുന്നു. अब उनके हाथों में जलती हुई मशाल लकड़ी है, यानी ज्ञान है. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകളിൽ കത്തുന്ന പന്തമുണ്ട്, അതായത് അദ്ദേഹത്തിൻ്റെ കൈകളിൽ കത്തുന്ന കമ്പുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ കൈകളിൽ എന്താണുള്ളത്? അദ്ദേഹത്തിൻ്റെ കൈകളിൽ ജ്ഞാനമാണ്, അറിവാണ് ഉള്ളത്, പാണ്ഡിത്യമാണ് ഉള്ളത്. അബ് വേ ഉസ്കാ ഘർ ജലായെങ്കെ ജോ ഉൻകെ സാത്ത് ചലന ചാഹതാ ഹേ. നമ്മുടെ കവി ആ മനുഷ്യരുടെ വീടുകളും കത്തിക്കും. ഏത് മനുഷ്യരുടെ? ആരാണോ അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നത്, അവരുടെ വീടുകളും അദ്ദേഹം കത്തിക്കും. അർത്ഥാത് ഉസേ ഭി മോഹ മായ സേ മുക്ത് ഹോനാ ഹോഗാ ജോ ജ്ഞാൻ പ്രാപ്ത് കർനാ ചാഹതാ ഹേ. അതായത് അയാൾക്ക് ജ്ഞാനം, അതായത് അറിവ് നേടാൻ അയാൾ
ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ മോഹവും മായയും നിന്ന് മുക്തമാകേണ്ടി വരും. ആരാണോ കവിയുടെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നത് അയാൾക്ക് അറിവ് നേടണമെങ്കിൽ അയാൾക്ക് മോഹങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ഉപേക്ഷിക്കേണ്ടി വരും. അയാൾക്ക് പാണ്ഡിത്യം നേടണമെങ്കിൽ അയാൾ മോഹങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ഉപേക്ഷിക്കേണ്ടി വരും. എന്നാലേ അയാൾക്ക് അറിവ് നേടാനാകൂ. ഏതറിവിനെ പറ്റിയാണ് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത്? ഈശ്വരൻ്റെ സ്നേഹം. ഈശ്വരൻ്റെ സ്നേഹത്തിനെയാണ് കവി ഇവിടെ ജ്ഞാനമായിട്ട്, അതായത് പാണ്ഡിത്യമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈശ്വര സ്നേഹത്തിനെയാണ് കവി ഇവിടെ അറിവായിട്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ജ്ഞാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈശ്വര സ്നേഹത്തെയാണ്. ഈശ്വരൻ്റെ സ്നേഹത്തെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് പ്രാപ്തമാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്തിലുള്ള മോഹങ്ങളും മായകളും ആഗ്രഹങ്ങളും എല്ലാം ഉപേക്ഷിക്കേണ്ടി വരും. ഈ ശാഖയിൽ കവി നമ്മുടെ ഈശ്വര സ്നേഹത്തെ പറ്റിയാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. കവി ഇവിടെ ഈശ്വര സ്നേഹത്തിനപ്പുറം വേറൊരു സ്നേഹം ഇല്ലെന്നും ഈശ്വരൻ്റെ സ്നേഹമാണ് ഏറ്റവും വലിയ അറിവെന്നും ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ ഈശ്വരനെ കൂടാതെ ജീവിക്കാൻ പറ്റുകയില്ല എന്നുമാണ് കവി ഇവിടെ ഈ ശാഖയിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈശ്വരനില്ലെങ്കിൽ ഈ ഭൂമിയിൽ ജീവനില്ല എന്നും ഏതൊരുവൻ ഈശ്വരൻ്റെ സ്നേഹം അറിഞ്ഞിട്ടുണ്ടോ അവനാണ് ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ പണ്ഡിതനെന്നും, അതായത് ജ്ഞാനിയെന്നും ആണ് കവി ഇവിടെ ഈ ശാഖയിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കുട്ടികളെ, നമ്മുടെ 8 ശാഖയും ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി എന്ന് തന്നെയാണ് വിശ്വാസം. എല്ലാ കഠിനമായ ശബ്ദങ്ങളുടെയും, അതായത് വേർഡ്സിൻ്റെയും അർത്ഥങ്ങൾ ഇവിടെ സ്പഷ്ടമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ ഫസ്റ്റ് പാർട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. എല്ലാവരും കാണണം. ഓക്കെ കുഞ്ഞുങ്ങളെ, എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.